ഇന്ത്യയിൽ 20 കോടിയോളം മുസ്ലിങ്ങളുണ്ട്. ഇന്തോനേഷ്യ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള ഒരു രാജ്യം ഇന്ത്യയാണ്. പക്ഷേ 20 കോടി വരുന്ന ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് ഇന്ത്യയുടെ അധികാര ശ്രേണിയിൽ എന്താണ് പ്രാതിനിധ്യം എന്നുള്ള കാര്യം നമ്മൾ ഇടയ്ക്ക് അവരെ ഓർമ്മപ്പെടുത്തണം. ഇന്ത്യൻ ക്യാബിനറ്റ്, മന്ത്രിസഭ പേരിനൊരു മുസ്ലിമിനെ പോലും ചേർക്കാൻ ഈ സർക്കാർ തയ്യാറായിട്ടുണ്ട്. ഇനി മറ്റു മേഖലകളൊക്കെ പരിശോധിക്കാം. ജുഡീഷ്യറി, ബ്യൂറോക്രസി, അങ്ങനെ ഇന്ത്യ എന്നുള്ള ഈ മഹാരാജ്യത്തെ മുന്നോട്ട് നയിക്കുന്ന ഭരണയന്ത്രത്തിന്റെ വ്യത്യസ്ത തലങ്ങളും പ്രതലങ്ങളും പരിശോധിച്ചാൽ അവിടെയൊക്കെ പ്രാതിനിധ്യം എന്നുള്ളത് എന്താണ് എന്ന് പരിശോധിക്കേണ്ട ഒരു സമയമാണ്. ഞാൻ അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട്. കേരളം എന്നുള്ള ഒരു കൊച്ചു സംസ്ഥാനമുണ്ട്. നിങ്ങൾ കേരളത്തെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി കേരള സ്റ്റോറി പോലുള്ള സിനിമകളുമായിട്ട്, സെപ്റ്റിക് ടാങ്കിൽ ഇടേണ്ട സിനിമയാണ് സെപ്റ്റിക് ടാങ്കിൽ 33,000 പേരെ മതം മാറ്റി മുസ്ലിങ്ങളാക്കി സിറിയയിൽ അയക്കിച്ചു എന്ന് പറഞ്ഞ് ഒരു സിനിമ എടുത്തപ്പോൾ ആ സിനിമയുടെ ബ്രാൻഡ് അംബാസഡറായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി അവതരിച്ചു എന്നുള്ള കാര്യം കൂടി മറക്കരുത്. നിങ്ങൾ കേരളത്തെ അപമാനിക്കാൻ വേണ്ടി എത്ര കണ്ട് ശ്രമിച്ചാലും കേരളത്തിന്റെ സാഹോദര്യവും മതമൈത്രിയും ഞങ്ങൾ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സംരക്ഷിക്കും. നിങ്ങൾ കേരളത്തെ വിഭജിക്കാൻ വേണ്ടി കേക്കുമായി അരമനകൾ കയറിയിറങ്ങിയാലും ഞങ്ങൾ അതിൽ പതറില്ല എന്ന് പറയാനുള്ള എന്റെ മനസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് മനുഷ്യർക്കൊപ്പം നടക്കുന്ന ഇതുപോലുള്ള ആത്മീയ വര്യന്മാരാണ്.